ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 3-ാം തീയതി ബുധനാഴ്ച ദിവസം 1299 മിഥുനമാസം 19-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢമാസം 12-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:12 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി ബുധനാഴ്ച രാവിലെ 7 മണി വരെ ദ്വാദശി തിഥി ഉണ്ടായിരിക്കും. അതിനുശേഷം ത്രയോദശി തിഥിയാണ് കടന്നു വരിക. ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്. ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി, വിവാഹം നടക്കുവാൻ താമസിക്കുന്നവർ വിവാഹം നടക്കാൻ വേണ്ടി, ഒരു വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ വേണ്ടി, ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്നവർക്ക് ആ കടബാധ്യത കൊടുത്തു തീർക്കാൻ വേണ്ടി, അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായി ആ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി, കാര്യസിദ്ധിക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി വ്രതമെടുക്കുന്നവർക്ക് മഹാദേവൻ്റെ സന്നിധിയിൽ ഈ പ്രദോഷവ്രതം എടുക്കാവുന്നതാണ്. പ്രദോഷവ്രതത്തെക്കുറിച്ച് ഈ ശിവപുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദാരിദ്ര്യം ഇപ്പോൾ അനുഭവിക്കുന്നു, കേൾ തീരും പ്രദോഷവ്രതം കൊണ്ടു കേവലം. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുക. എന്നതു കേട്ടുടൻ വിപ്രപത്നി മുതാ പിന്നെയും ചോദിച്ചു ഭൂദേവനോടുടൻ, എങ്ങനെ ചെയ്താൽ പ്രസാദിക്കും ഈശ്വരൻ, എങ്ങനെ പൂജാപ്രകാരം എന്നുള്ളതും ശാണ്ഡില്യ മാമുനി ശ്രേഷ്ഠൻ അരുൾ ചെയ്തു ചണ്ഡീശ പൂജ പ്രകാരം ഗ്രഹിക്കുന്നീ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ പൂജ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഗ്രഹിക്കാനാണ് പറയുന്നത്. പക്ഷത്തിൽ ഈ 2 ശൈവ പ്രദോഷങ്ങൾ പക്ഷമില്ലേതുമേ രണ്ടും അത്യുത്തമം. അതായത് ഒരു മാസത്തിലെ 2 പക്ഷവും, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും, അത് ഉത്തമമാണെന്നാണ് പറയുന്നത്. അതിന് വേർതിരിവില്ലെന്ന് പറയുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറയുകയാണ്: കാലത്തുണർന്ന് കുളിച്ചു വന്നാദരാൽ കാലോചിതം കർമ്മമെല്ലാം കഴിച്ചുടൻ. പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം രുദ്രാക്ഷ ഭസ്മാതി ചിഹ്നം ധരിച്ചുടൻ രുദ്രമുദ്രാങ്കിതം മന്ത്രം ജപിക്കണം. അപ്പം മഹാദേവനെ സ്തുതിക്കുന്ന മന്ത്രം ജപിക്കണം. എന്നിട്ട് കുളിച്ച് ശുദ്ധിയായി രുദ്രാക്ഷ മാലയൊക്കെ ഉണ്ടെങ്കിൽ മാല ധരിച്ച്, അതുപോലെ തന്നെ ഭസ്മം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? മന്ത്രം ജപിക്കണം. രുദ്രമന്ത്രം ജപിക്കണം. എന്താണ്? ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് എന്നുള്ള മന്ത്രം ജപിച്ചാൽ മതി. അപ്പോൾ ആ മന്ത്രം ജപിക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ കുംഭീന്ദ്ര ചർമാസ്തി സർപ്പേന്ദു ഭൂഷണം ഗൗരീപദേ വിഭോ ഗംഗാധര ആനന്ദമാരാന്തക പ്രസീദേതി സ്തുതിക്കയും ശങ്കരാക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കണം കിങ്കരം പാഹിമാം എന്നു ജപിക്കയും അഭ്യംഗവർജനം താമ്പൂലവർജനം സഭ്യധിജന്മാരിൽ എപ്പോഴും ഭക്തിയും മൗനവ്രതം ശിവധ്യാനം നിരന്തരം മാനിനിമാരുടെ സംസർഗം വർജനം ദുശ്ചിന്ത കൂടാതെ ഭക്ത്യാ ജപിക്കയും നിശ്ചലത്വം പൂണ്ടോരുടെ തിരിക്കയും ആഹാരചിന്തയും കൂടാതെ കണ്ടുടൻ ദേഹാത്മശുദ്ധിയ വസിക്കണമാസ്തയ നിദ്രാപ്രസംഗവും കൂടാതെ നിർമ്മലം രുദ്രാക്ഷധാരീഹര ധ്യാന തൽപരൻ അമ്പോട് സന്ധ്യയ്ക്ക് 3.5 നാഴിക മുമ്പേ കുളിച്ചുടൻ ഭസ്മം ധരിക്കണം. അപ്പോൾ പകൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സന്ധ്യയാകുമ്പോൾ പകൽ വ്രതത്തോടു കൂടി ഇരിക്കണം. ആഹാരമൊന്നും കഴിച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ധ്യാനനിരതനായിരിക്കണം. അങ്ങനെ ഇരുന്നിട്ട് സന്ധ്യയ്ക്ക് 3.5 നാഴിക മുമ്പേ കുളിച്ച് ശുദ്ധിയായിട്ട് ക്ഷേത്രത്തിൽ പോയി അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, ദീപാരാധനയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? ഏറ്റവും വെളുത്തുള്ള വെള്ള വസ്ത്രം കൊണ്ട് തറ്റുടുക്കണം ദ്വിജന്മാർക്ക് നിശ്ചയം. ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചു വേണം ക്ഷേത്രത്തിൽ പോകണമെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്: വേദമന്ത്രോച്ചാരണാർച്ചനാലങ്കാര മോദക പൂപ എന്ന നൈവേദ്യം എന്നിവ. അപ്പോൾ നൈവേദ്യമൊക്കെ അവിടെ ചെയ്യണം. അതിനുശേഷം പിന്നെ പറയുന്നത് അന്നദാനങ്ങളും വസ്ത്രദാനങ്ങളും പൊന്നും പണം വെള്ളി രത്നദാനങ്ങളും ശക്തിക്കടുത്തത് ചെയ്യണമേവനും ഭക്തി മാത്രം ദരിദ്രന് മഹാബലം. അപ്പോൾ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭക്തി മാത്രം മതി. അല്ലാത്തവർ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ അന്നദാനങ്ങളും വസ്ത്രദാനങ്ങളും പൊന്നും പണം
വെള്ളി രത്നദാനങ്ങളും ഒക്കെ അർപ്പിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും പറയുന്നത്, ദ്രവ്യനായുള്ള ഒരു ശൂദ്രൻ ദ്വിജന്മാർക്ക് ദ്രവ്യം കൊടുത്ത് പൂജിപ്പിക്കുകയും ശുഭം. അപ്പോൾ അവിടെ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ പൂജാരിമാരുണ്ട്, തിരുമേനിമാരുണ്ട്, അവർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുക്കുക. അപ്പോൾ അവരല്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഓർത്ത് മഹാദേവൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ജാഗരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഒരു ദക്ഷിണ കൊടുത്ത് പ്രസാദിപ്പിക്കുകയും വേണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും പ്രദോഷവ്രതം കൊണ്ട് വല്ല ജാതിക്ക് നല്ല സമ്പത്തുണ്ടാകും എന്നാണ് പറയുന്നത്. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷികം വ്രതം. അപ്പോൾ ഇങ്ങനെയാണ് പ്രദോഷവ്രതത്തിൻ്റെ മാഹാത്മ്യം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. ഇതൊരു ഒരു മതപഠന ക്ലാസ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രഭാഷണ പരമ്പരയായിട്ടൊക്കെ അവതരിപ്പിക്കാൻ ഉള്ളൊരു വിഷയമാണ്. അത് ചെറുതായിട്ട് ചുരുക്കിയാണ് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞത്. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ പതിവ് പോലെയുള്ള വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ആ സമയം ഇപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാനതങ്ങ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം രോഹിണി നക്ഷത്ര ദിവസമാണ്. രോഹിണി നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം തിരുവോണം, അവിട്ടം, അശ്വതി, ഉത്രട്ടാതി, ഉത്രം, അത്തം, കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. തിരുവോണം, അവിട്ടം, അശ്വതി, ഉത്രട്ടാതി, ഉത്രം, അത്തം, കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചോതി, വിശാഖം, ഭരണി, രേവതി, പൊരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. നാളെ ഈ നാളുകാർ സൂക്ഷിക്കുക. ചോതി, വിശാഖം, ഭരണി, രേവതി, പൊരുട്ടാതി എന്നീ നാളുകാർ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനുണ്ടെന്നുള്ള അറിവോടുകൂടി ഏതൊരു കാര്യത്തിലും അവർ ഇടപെടാവൂ. അപ്പോൾ ജ്യോതിഷം ഓർപ്പിക്കുന്നു, പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. ശുഭദിനമാണ്. ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് ശുഭദിനമാണ്. അപ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ രാവിലെ 6 മണി 12 മിനിറ്റ് മുതൽ 10 മണി 42 മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യാം. പിന്നീട് ഉച്ചയ്ക്ക് 11 മണി 36 മിനിറ്റ് മുതൽ 12 മണി 24 മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യാം. അത് കഴിഞ്ഞ് 1 മണി 42 മിനിറ്റ് മുതൽ 3 മണി 12 മിനിറ്റ് വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ജീവിതത്തിൽ ചെറുതും വലുതുമായുള്ള എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് അങ്ങ് ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 3 ആണ്. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. നിരാശപ്പെടാതെ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. മാത്രമല്ല കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർക്കാണെന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ എന്നിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ വിഷയം അറിയുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടി എന്നെ സമീപിക്കാം. എൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിലേക്ക് നിങ്ങളുടെ ജനനത്തീയതിയും ജനസമയവും എന്താണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയം എന്നുള്ളതും കൂടെ രേഖപ്പെടുത്തിയാൽ അതിന്മേലുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹനില എടുത്ത് പരിശോധിച്ച് അതിൻ്റെ പരിഹാരമൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആരും പരാജയപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഈ ചാനൽ കാണുന്ന ആരും ജീവിതത്തിൽ ഒരു കാര്യത്തിലും പരാജയപ്പെട്ടു പോകരുത്. അവരെ രക്ഷിക്കണം. ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ അകപ്പെട്ട് കഴിയുന്നവരാണെങ്കിൽ അതിൽ നിന്ന് അവരെ മോചിതരാക്കി മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അവരെ മഹാദേവൻ്റെ ഒരു ഭക്തരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. എന്നിൽ വിശ്വാസമുള്ളവർ ആ കാര്യത്തിൽ എന്നെ സമീപിക്കുക. അപ്പോൾ ഇനിയും നക്ഷത്രഫലമാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത്. നക്ഷത്രഫലം മേടക്കൂറാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടവും തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്, ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി
അനുകൂലമാണെങ്കിലും പിതാവ് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതാണ്. ഏതെങ്കിലും ദുഃഖത്തിലാവപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. കടബാധികളിൽപ്പെട്ടവർക്ക് കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ സഹായം വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് കടം മേടിക്കുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവർ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സൽചിന്താഗതി കുറവായിരിക്കും. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട്. നീചപ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെറുതെ യാത്ര ചെയ്ത് സമയം കളയാൻ ചിലർക്കൊക്കെ മനസ്സ് തോന്നുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ധനനേട്ടം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിതാവിനോട് ആത്മാർത്ഥമായ സ്നേഹം തോന്നുന്നൊരു ദിവസമാണ്. ചിലർക്ക് പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഗാനരചയിതാവ്, ഗായകരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത വിജയം അവർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമല്ലെങ്കിലും തൃപ്തികരമായ വിധത്തിൽ പോകുന്നൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. എങ്കിലും നാളത്തെ ദിവസം നല്ല മനസ്സ്, നല്ല പ്രവൃത്തി, നല്ല ആശയങ്ങൾ, ആരെയും ആകർഷിക്കുന്ന പ്രകൃതം, അപ്പോൾ ഇപ്രകാരമുള്ള ഗുണഗണങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവരുടെ ബന്ധുമിത്രാദികൾ ശത്രുക്കളായി അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ മുഖേന നഷ്ടസാധ്യതകൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ഇവരുടെ ബന്ധുജനങ്ങളും സ്വജനങ്ങളും ഒക്കെ ശത്രുക്കളാകുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ്. തൊഴിൽ ഗുണം ഇവർക്കുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ആൺമക്കൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസമാണ്. പലരും പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ ആയി മാറുവാൻ, ശോഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത വിജയം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. എല്ലാവിധ നന്മകളും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ മാത്രം അനുകൂലമായൊരു ദിവസമല്ല. കാരണം ബന്ധുക്കളും സ്വജനങ്ങളും ഒരുപക്ഷെ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും കുടുംബസുഖവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മെച്ചമാണെങ്കിലും പിതാവ് മുഖേനുള്ള ശത്രുതകൾ കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നതാണ്. കലാകാരന്മാർക്കൊക്കെ മികച്ച നേട്ടം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് വ്യാപാരികൾക്കൊക്കെ വ്യാപാര നേട്ടവും വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ ദേഹന്മ അത്ര അനുകൂലമല്ലെങ്കിലും കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു വരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. എങ്കിൽ പോലും നാളത്തെ ദിവസം ധനം വന്നു ചേരുവാനും നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകുവാനും പുതിയ വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കുവാനും സുഖ സൗകര്യങ്ങൾ വന്നു ചേരുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഉണ്ടാകുവാനും ചിലരൊക്കെ നല്ല പണ്ഡിതന്മാരെ പോലെ ശോഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലർ പണത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കും. അത് മുഖേന ചിലരുടെ ജീവിതത്തിൽ ശത്രുത വന്നു ചേരുവാൻ പിതാവ് മുഖേനോ അല്ലെങ്കിൽ മേലധികാരികൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാലനീരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേവന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മാതാവ് മുഖേന ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. പിതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേന നഷ്ടസാധ്യതയ്ക്ക് അല്ലെങ്കിൽ പിതാവിന് സ്ത്രീകൾ മുഖേന വന്നു ചേരുന്ന ശത്രുത കൊണ്ട് നഷ്ടസാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. മേലധികാരികൾ മുഖേനയുള്ള അനുഭവം അത്ര നല്ലതായി വന്നു ചേരണമെന്നില്ല. അപ്പോൾ തൊഴിൽപരമായി അത്ര അനുകൂലമായ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ സ്ഥിതി അത്ര അനുകൂലമായ സ്ഥിതിയല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിന് നാളത്തെ ദിവസം ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. വ്യാപാരികൾക്കാണെങ്കിൽ വ്യാപാര നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. പലരും പ്രശസ്തരാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഖസൗകര്യങ്ങൾ ഏറെക്കുറെയൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുവാനും ചിലർക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹത്തിന് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തൊഴിൽഗുണം ഏറെക്കുറെ അനുകൂലമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, കുടുംബസുഖം, ധനപരമായ നേട്ടം ഏറെക്കുറെയൊക്കെ വന്നു ചേരുന്നൊരു ദിവസവും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് അനുകൂലമായൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം പ്രതീക്ഷിക്കാമെങ്കിലും അവർക്ക് ശത്രു നിറഞ്ഞ അനുഭവങ്ങളോ ആപത്തനർത്ഥങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആൺമക്കളാൽ വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതിലുപരി നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, കലഹം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പലരും ചെറിയ നിസ്സാര കാര്യത്തിൽ പോലും വഴക്കുണ്ടായി വലിയൊരു പ്രശ്നമായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാലത്തുരുട്ടാതി, രവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹത്തിന് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണമുണ്ട്. ദാമ്പത്യ ജീവിത വിജയമുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് പിതാവ് മുഖേനയുള്ള തർക്കങ്ങളോ ശത്രുതകളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ, ഈ നാളുകാരുടെ ജീവിതത്തിൽ ഭാര്യ മുഖേന, ഭർത്താവ് മുഖേന സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. സമ്പത്തൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുത്രന്മാരെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സകല ശാസ്ത്രങ്ങളും അറിവുള്ളവരെ പോലെ പെരുമാറുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യസ്ഥിതിയുള്ളൊരു ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരോടുകൂടി ഉണ്ടായിരിക്കും. ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക. മഹാദേവൻ നിങ്ങളെ രക്ഷിക്കും. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അങ്ങനെ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നൊരു ദിവസമായി നാളത്തെ ദിവസം തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.